കിഴക്കമ്പലം പഞ്ചായത്തിൽ 25 കോടിയാണ് നെക്കിയിരിപ്പ്. ഐക്യനാട് പഞ്ചായത്തിൽ 12 കോടിയും. ഈ തുകയുടെ വിഹിതം ജനങ്ങൾക്ക് തിരിച്ചു നൽകാനാണ് ഭരണസമിതിയായ 2020യുടെ തീരുമാനം. പഞ്ചായത്തിന്റെ തനത് വരുമാനത്തിന്റെ മിച്ച ഫണ്ടിൽ നിന്ന് പണം ഉപയോഗിച്ച് ജനങ്ങളുടെ വൈദ്യുതി ബില്ലിന്റെയും പാചകവാതക ബില്ലിന്റെയും 25% ഉപഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് നൽകുകയാണ് പദ്ധതി. രാജ്യത്ത് തന്നെ ആദ്യമായാണ് വൈദ്യുതി ബില്ലിന്റെയും പാചകവാതക ബില്ലിന്റെയും ഒരു തുക ജനങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഒരു തദ്ദേശ സ്ഥാപനം നേരിട്ട് നൽകുന്നതെന്നും സാബു എം ജേക്കബ് പറയുന്നു. എല്ലാ പദ്ധതികളും ദീർഘവീക്ഷണത്തോടുകൂടി വളരെ ശാസ്ത്രീയമായിട്ട് പഠിച്ച് അടുക്കും ചിട്ടയോടും കൂടി പദ്ധതികൾ നടപ്പിലാക്കി വരുമ്പോൾ അതിൽ അഴിമതി പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കിയും നടപ്പിലാക്കുമ്പോൾ അതിന് റിപ്പീറ്റഡ് ആയിട്ടുള്ള മെയിൻ്റനൻസ് കോസ്റ്റ് ഇല്ലാതെയാകുന്നു. അങ്ങനെ ആണ് ഈ മിച്ചത്തിലേക്ക് വന്നത്. എല്ലാ വികസന ക്ഷേമ പ്രവർത്തനങ്ങളും നടപ്പിലാക്കിയതിന് ശേഷം മിച്ചം നീക്കിവെക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിനും അഴിമതിയില്ലാതെ ദീർഘവീക്ഷണത്തോടു കൂടി ഒരു സദ്ഭരണം നടത്തിയാൽ അവർക്കും ഇത് സാധ്യമായിട്ടുള്ളൊരു കാര്യമാണത്. വെള്ള റേഷൻ കാർഡ് ഒഴികെയുള്ള എല്ലാ കാർഡ് ഉടമകൾക്കും ഈ ആനുകൂല്യങ്ങൾ ലഭിക്കും. 2 പഞ്ചായത്തുകളിലെയും 75% കുടുംബങ്ങൾക്ക് ആനുകൂല്യം കിട്ടും. ഇത്രയും ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് ആശ്വാസമാകുമെന്ന് കരുതുന്നതായി കിഴക്കമ്പലം ഐക്യനാട് പഞ്ചായത്ത് പ്രസിഡന്റുമാർ പറഞ്ഞു. 4 വർഷത്തെ ഭരണം കൊണ്ട് തന്നെ ഐക്യനാട് പഞ്ചായത്തിൽ ഇത്രയൊരു മിച്ചം വെച്ചിട്ട് അത് ജനങ്ങളിലേക്ക് തന്നെ എത്തിക്കാനും ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ അവർക്ക് നമ്മളാലാകുന്ന ഒരു കൈത്താങ്ങ് കൊടുക്കാൻ സാധിച്ചതിലും വളരെയധികം സന്തോഷം. ഏറ്റവും താഴെത്തട്ടി കിടക്കുന്ന ആളുകളെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാൻ ജീവിതത്തിൽ വേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൽ വളരെ അഭിമാനമാണ്. കിഴക്കമ്പലത്ത് 2020യുടെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് രാഷ്ട്രീയ എതിരാളികൾ പൊട്ടിച്ചതിനാൽ പുതിയൊരു പദ്ധതി തയ്യാറാക്കി വരികയാണെന്നും സാബു എം ജേക്കബ് അറിയിച്ചു. വൈദ്യുതി ബില്ലിനും പാചകവാതകത്തിനും സബ്സിഡി കൊടുക്കാനുള്ള തീരുമാനത്തെ സംസ്ഥാന സർക്കാർ അനുകൂലിക്കുമോ എന്നറിയില്ല. ഇല്ലെങ്കിൽ കോടതിയെ സമീപിക്കാനാണ് 2020യുടെ തീരുമാനം. പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.